നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ജയിക്കാനും ഇറക്കളൊന്നും വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കളി അങ്ങ് കളിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്ന ഹൻസി ഫ്ലിക്ക് ഒരു കാര്യം കൂടി നോക്കണം. മറുഭാഗത്തുള്ളത് ഡിയേഗോ സിമിയോണിയാണ്. സിമിയോണി ചെയ്ത പണി കണ്ടു നിങ്ങൾ. അത്ലറ്റിക്കോ മാഡ്രിഡ് സെവിയക്കെതിരെ തോറ്റു. പക്ഷേ ആ തോൽവി അദ്ദേഹത്തിന് വിഷയമല്ല. ആ തോൽവി ഒരർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ്. അടുത്ത കളിക്ക് വേണ്ടി ഒരുങ്ങാൻ. എങ്ങനെ? കഴിഞ്ഞ മത്സരത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ ബാഴ്സലോണയ്ക്കെതിരെ ഇറങ്ങിയ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആദ്യ 11-ലെ ഔട്ട്ഫീൽഡിലുള്ള എല്ലാ താരങ്ങളെയും, അതായത് ഗോൾ കീപ്പർ അല്ലാത്ത മറ്റെല്ലാ ഔട്ട്ഫീൽഡ് സ്റ്റാർട്ടേഴ്സിനെയും റെസ്റ്റ് ചെയ്തു. ഇവാൻ മുസ്സോ ഒഴികെ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആരും ഇന്നലെ സെവിയക്കെതിരെ കളിക്കാൻ ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല. വാവ്! എന്തിനാണത് ചെയ്തത്? ഒരു സംശയവും വേണ്ട. സേവിങ് എവറിത്തിങ് ഫോർ ദാറ്റ് സെക്കൻഡ് ലെഗ് വേഴ്സസ് FC ബാഴ്സലോണ. ബാഴ്സയ്ക്കെതിരെ ചൊവ്വാഴ്ച നടക്കാനുള്ള UCL ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിനായിട്ട് മാറ്റിവെച്ചേക്കുക. അവർക്ക് റെസ്റ്റ് കൊടുത്തേക്കുക. പൂർണ്ണ ഫിറ്റോടുകൂടി പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ഒരു തരത്തിലുള്ള ടയർഡ്നെസ്സും ഇല്ലാതെ കളിക്കാൻ ഇറങ്ങണം. ഇതാണ് സിമിയോണി. കളി തോറ്റോട്ടെന്നേ. കാരണം എന്താ? ഇത്തവണ ഇപ്പോൾ എന്തായാലും ലലീഗ കിരീടത്തിലേക്കൊന്നും പോവില്ല. 31 കളി 57 പോയിൻറ്റ്, നാലാമതാണ്. 31 കളി 79 പോയിൻറ്റുമായിട്ട് ബാഴ്സ ഒന്നാമതാണ്. അപ്പോൾ ലാലിഗ കിരീടം എന്നുള്ള സ്വപ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സെവിയ ഇപ്പോൾ 15ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അവരോട് തോറ്റു, ശരി, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ജയിക്കേണ്ടത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലാണ്. സെമിക്ക് തൊട്ടരികിലാണ് നിൽക്കുന്നത്. 2-0 ആദ്യ പാദം ലീഡുണ്ട്. അതുകൊണ്ട് ഒരുങ്ങി തന്നെയാണ് സിമിയോണി ഇരിക്കുന്നത്. ഇപ്പോൾ കളിക്ക് ശേഷം സിമിയോണിയോട് ചോദിച്ചു, ചൊവ്വാഴ്ചയിലെ കളി അത് മനസ്സിൽ കണ്ടിട്ടാണോ ഈ കളി തോറ്റത്? അപ്പം അദ്ദേഹം പറയുന്നു, എനിക്ക് ചൊവ്വാഴ്ചയിലെ കളിക്കൊരു പ്ലാൻ ഉണ്ട്. അത് എൻ്റെ മനസ്സ് ഞാൻ മാറ്റില്ല. ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോവുക. പിന്നെ അതോർത്താണോ ഇവിടെ തോറ്റതെന്ന് ചോദിച്ചാൽ നോ. അത്ലറ്റി സെവിയോട് ജയിക്കാതിരുന്നത് അവർ കുറച്ചുകൂടി ക്ലിനിക്കലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതിനർത്ഥം അത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുമെന്നൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ ആ പ്ലാനുമായിട്ടായിരിക്കും പോവുക. ഐ ഹാവ് എ പ്ലാൻ. സോ ഞാൻ ആ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബാഴ്സയ്ക്കെതിരെ എനിക്ക് കൃത്യമായ വ്യക്തമായ പദ്ധതികളുണ്ട് എന്ന് പറയുന്നു ഡിയേഗോ സിമിയോണി. അതായത് ബാഴ്സലോണ കുറച്ച് പാടുപെടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.